ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ജൂൺ മാസം 5-ാം തീയതി ബുധനാഴ്ച ദിവസം 1199 ഇടവമാസം 22-ാം തീയതി, ഇന്ത്യൻ തീയതി ശ്രേഷ്ഠമാസം 15-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:07 അസ്തമയം വൈകുന്നേരം 6:32 നാളത്തെ തിഥി ചതുർദശി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച രാത്രി 10:36 കാർത്തിക നക്ഷത്രം അവസാനിക്കുന്ന സമയം ബുധനാഴ്ച രാത്രി 9:18 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കാർത്തിക നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, ഈ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം മേടക്കൂറിലും പിന്നീടുള്ള 3 പാദങ്ങൾ ഇടവക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ ചൊവ്വാഴ്ച ദിവസം രാത്രി 10:36 മുതൽ ബുധനാഴ്ച രാത്രി 9:18 വരെ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കാർത്തിക നക്ഷത്ര ജാതകരാണല്ലോ. ഈ കുട്ടികളിൽ ഇടവക്കൂറിൻ്റെ മേടക്കൂറിൻ്റെയും സമയം ഞാൻ എടുത്തു പറഞ്ഞു തരാം. അതായത് ചൊവ്വാഴ്ച രാത്രി 10:36 മുതൽ പുലർച്ചെ 4:36 വരെയുള്ള സമയം കാർത്തികക്കാൽ, മേടക്കൂറിൽപ്പെട്ട കാർത്തികക്കാൽ നക്ഷത്ര സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. ചൊവ്വാഴ്ച രാത്രി 10:36 മുതൽ ബുധനാഴ്ച പുലർച്ചെ 4:36 വരെയുള്ള സമയമാണ് കാർത്തികക്കാൽ, മേടക്കൂറിൽപ്പെട്ട കാർത്തികക്കാൽ നക്ഷത്രത്തിൻ്റെ സമയം. ബുധനാഴ്ച പുലർച്ചെ 4:36 മുതൽ നക്ഷത്രം തീരുന്ന സമയമായ ബുധനാഴ്ച രാത്രി 9:18 വരെ ജനിക്കുന്ന കുട്ടികൾ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതും മനസ്സിലാക്കുക. കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് ഒരുപാട് പ്രാവശ്യം ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി വീണ്ടും ഒന്നുകൂടി പറഞ്ഞു തരാം. മേടക്കൂറിലും ഇടവക്കൂറിലും പെട്ട നക്ഷത്രമാണല്ലോ കാർത്തിക നക്ഷത്രം. ഈ നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത അഗ്നിയാണ്, ഭൂതം ഭൂമിയാണ്, അതുപോലെ തന്നെ മൃഗം ആടാണ്, പക്ഷി പുള്ളാണ്, വൃക്ഷം അത്തിയാണ്. ഇവരുടെ ജനനം സൂര്യദശയിലാണ്. എല്ലാ കാർത്തിക നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് സൂര്യദശാകാലം. സൂര്യദശാകാലം 6 വർഷമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ 6 വർഷം എല്ലാവർക്കും വന്നു ചേരണമെന്നില്ല, വ്യത്യസ്തമായ കാലയളവിലായിരിക്കും വന്നു ചേരുക. അപ്പോൾ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചതിന് ശേഷം ആ കാർത്തിക നക്ഷത്രം എത്ര നാഴിക വിനാഴിക മിച്ചമുണ്ടോ അതുപ്രകാരമാണ് ജനനശിഷ്ടം ഇത്ര വർഷം, ഇത്ര മാസം, ഇത്ര ദിവസം എന്നുള്ള ഒരു കണക്കിൽ വന്നു ചേരുന്നത്. അപ്രകാരം പലർക്കും പല കാലയളവിലായിരിക്കും വന്നു ചേരുന്നത്. ചിലർക്ക് 5 വർഷം കാണും, ചിലർക്ക് 4 വർഷം കാണും, 3 വർഷം കാണും, 1 മാസം കാണും. അങ്ങനെ വ്യത്യസ്തമായ കാലയളവിലായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏത് ദശാകാലമാണ് അവർ അനുഭവിക്കുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു തരാം. അത് ഗ്രഹനില കയ്യിലുള്ളവർക്ക് മാത്രമേ അത് പ്രയോജനകരമായി തീരത്തുള്ളൂ. ഒരു ഉദാഹരണത്തിന്, കാർത്തിക നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം എന്ന് പറയുന്നത് സൂര്യദശാകാലമാണ്. സൂര്യദശാകാലം 4 വർഷം ഉണ്ടെന്നിരിക്കട്ടെ, ആ കുട്ടിയുടെ 4 വയസ്സ് വരെ സൂര്യദശാകാലമായിരിക്കും. അപ്പോൾ ആ കുട്ടി ജനിച്ചപ്പോൾ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ഇഷ്ടഭാവത്തിലാണ് നിന്നിരുന്നതെങ്കിൽ ആ കുട്ടി സൂര്യനെ പോലെ ശോഭിക്കുന്നതാണ്. നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, ആജ്ഞാശക്തിയുള്ള കുട്ടിയാണ്, എവിടെയും തലയെടുപ്പുള്ള കുട്ടിയാണ്. അപ്പോൾ ആരും ശ്രദ്ധിക്കപ്പെടുന്നൊരു കുട്ടിയാണ്, സൂര്യനെ പോലെ ശോഭിക്കുന്നൊരു കുട്ടിയാണ്. ആ ജീവിതകാലം മുഴുവൻ ആ ഫലം ആ കുട്ടിയിൽ നിലനിൽക്കും. തൊട്ടടുത്ത ദശാകാലം എന്ന് പറയുന്ന ചന്ദ്രദശാകാലമാണ്. ചന്ദ്രദശാകാലം 10 വർഷമാണ്. അപ്പോൾ ആ ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനവും മേടൻ രാശി ആണെങ്കിലും ഇടവൻ രാശിയാണെങ്കിലും ആ നിൽക്കുന്ന സ്ഥാനവും നല്ലതാണെങ്കിൽ വളരെ ചന്ദ്രദശാകാലവും വളരെ ഗുണകരമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന, അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ആ കുട്ടിക്ക് 14 വയസ്സായി. ഈ 14 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 7 വർഷം കുജദശാകാലമാണ്. കുജദശാകാലം 7 വർഷമുണ്ട്. അത് കുജൻ നിൽക്കുന്ന സ്ഥാനവും ഇഷ്ടസ്ഥാനമാണെങ്കിൽ
ഇഷ്ടഭാവമാണെങ്കിൽ ആ ദശാകാലവും അനുകൂലമായിരിക്കും. അങ്ങനെ 14 7 21 വയസ്സാവും. 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന ദശാകാലം എന്ന് പറയുന്നത് രാഹു ദശാകാലമാണ്. രാഹു ദശാകാലം എന്ന് പറയുന്നത് ഈ കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രാഹു അവരുടെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തുന്ന സമയമാണ്. 21 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപരിപഠനം തുടരുന്ന സമയം, അല്ലെങ്കിൽ ഉപരിപഠനം കഴിഞ്ഞവർക്ക് തൊഴിൽ കണ്ടെത്തേണ്ട സമയം, വിവാഹ ജീവിതത്തിലേക്ക് കടക്കേണ്ട സമയം, അങ്ങനെ ജീവിതത്തിലൊരു നിർണായകമായ സമയമാണ് ഈ രാഹു ദശാകാലം എന്ന് പറയുന്നത്. അതായത് 21 8 29 10 39 വയസ്സ് വരെ ഉണ്ട്. ഈ സമയത്ത് അവർക്ക് നല്ല ജോലി കിട്ടണം, വിവാഹം നടക്കണം, എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ നടക്കണം. പലരും ഈ സമയത്ത് പ്രേമബന്ധങ്ങളിലൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ രാഹുവിൻ്റെ സ്ഥിതിയും നോക്കി, രാഹു ദോഷം ചെയ്യുന്ന സ്ഥിതിയാണെങ്കിൽ രാഹു കേതു ദോഷപരിഹാര പൂജയൊക്കെ ചെയ്ത് ആ ദോഷമൊക്കെ അകറ്റിയാൽ അപ്പോൾ 39 വയസ്സ് വരെ ശോഭനമായ കാലം ആയിരിക്കും. 39 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 16 വർഷം വ്യാഴദശാകാലമാണ്. 39 6 45 10 55 വയസ്സ് വരെ വ്യാഴദശാകാലമാണ്. വ്യാഴവും അനുകൂലമായ ഫലം നൽകുന്ന ഒരു ഗ്രഹമായിട്ടാണ് ഗ്രഹനിലയിൽ നിൽക്കുന്നതെങ്കിൽ ശോഭനമായ ദശാകാലമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് 55 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 19 വർഷം ശനിയുടെ ദശാകാലമാണ്. 55 9 64 10 74 വയസ്സ് വരെ ശനിയുടെ ദശാകാലമാണ്. ശനി ദശാകാലം കഴിഞ്ഞാൽ പിന്നെ ബുധദശാകാലമാണ്. 74 7 81 10 91 വയസ്സ് വരെ ബുധദശാകാലമാണ്. 91 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 7 വർഷം കേതുദശാകാലം, 98 പിന്നെ 20 വർഷം ശുക്രദശാകാലം. അങ്ങനെ 98 10 108 118 ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക് പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ഗ്രഹനില കയ്യിലുള്ളവർക്ക് ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എഴുതിയിട്ടുണ്ട്. അതുപ്രകാരം സൂര്യദശാകാലം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദശാകാലം ചന്ദ്രദശാകാലമാണ്. അപ്പോൾ ആ ജനനശിഷ്ട ദശാകാലത്തോടു കൂടി ഇപ്പോൾ 4 വർഷം 3 മാസം 1 ദിവസം എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത ദശാകാലം ചന്ദ്രദശാകാലം 10 വർഷം കൂട്ടുക. അങ്ങനെ കൂട്ടി പ്രായവുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ദശാകാലത്തുകൂടിയാണ് ജീവിതം കടന്നു പോകുന്നത് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നോക്കി മനസ്സിലാക്കി, അപ്പോൾ ദോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദോഷമായ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയാൽ ജീവിതം ശോഭനമായി തീരും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ കുട്ടികളുടെ ഗ്രഹനിലയൊക്കെയാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ അത് ആരെക്കൊണ്ടെങ്കിലും നോക്കിപ്പിച്ച് ആ ഗ്രഹനിലയിൽ ദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം ചെയ്ത് കുട്ടികളെ വളർത്തിയെടുക്കുക. മുതിർന്നവരാണെങ്കിൽ ഇപ്പോൾ ദശാകാലം മോശമായ ഒരു അനുഭവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവരും അത് ഗ്രഹനിലയൊക്കെ നോക്കി അതിന് തക്കതായ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ജീവിതം ഏറെക്കുറെ നല്ല രീതിയിൽ പോകും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കാൻ പോകുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം കാർത്തിക നക്ഷത്ര ദിവസമാണ്. അപ്പോൾ കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് എന്താണെന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് കാർത്തിക നക്ഷത്ര ജാതകർ നല്ല ആരോഗ്യവും ശക്തിയും ആവേശം തുളുമ്പുന്ന ജീവിതവും നയിക്കുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. പരോപകാര സന്നദ്ധരാണെന്ന് പറയുന്നു, സംഭാഷണപ്രിയരാണെന്ന് പറയുന്നു, ഏത് രംഗത്തും പിടിച്ച് മുന്നേറുവാൻ കഴിവുള്ളവരാണെന്ന് പറയുന്നു, സുഖസൗകര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറയുന്നു, എളുപ്പം സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരാണെന്ന് പറയുന്നു, ഗുണദോഷ ചിന്ത കൂടാതെ ഏത് കാര്യത്തിലും ചാടി ഇറങ്ങുന്നവരാണെന്ന് പറയുന്നു, വാർദ്ധക്യകാലത്ത് പശ്ചാത്താപത്തോടുകൂടി ജീവിതം നയിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരും. അതുപോലെ തന്നെ ഇവരുടെ അഭിമാനത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അവരുമായിട്ട് ശത്രുതയ്ക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഒക്കെ ഉള്ള സ്വഭാവങ്ങളാണ് ജനമധ്യത്തിൽ അവർ പെട്ടെന്ന് പ്രശസ്തരാകുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുക. കാർത്തിക നക്ഷത്ര ജാതകയെക്കുറിച്ച് ജ്യോതിഷം ഇങ്ങനെയാണ് പറയുന്നത്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് കോപം കൂടുതലാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അങ്ങനെ അത് മുഖേന പലവിധ ക്ലേശങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട്. ചിലർക്കൊക്കെ കുടുംബജീവിത സുഖക്കുറവായിരിക്കും, ആരോഗ്യക്കുറവും അവർക്ക് ഒരു പ്രശ്നമായ ജീവിതത്തിൽ വന്നു ചേരാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു. പുണർദമായാലും തൃക്കേട്ട മൂലം പൂരാടം എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും ഒഴിവാക്കണമെന്ന് ജ്യോതിഷം പറയുന്നു. അതുപോലെ തന്നെ പുണർദം ആയില്യം തൃക്കേട്ട മൂലം പുരാടം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം കൽപ്പിക്കുന്നു. ഇനി നാളത്തെ നക്ഷത്ര ദിവസം കാർത്തിക നക്ഷത്ര ദിവസമാണ്. ആരുടെയൊക്കെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്ന് ചിന്തിക്കാം. പൂരം, ഉത്രം, രേവതി, പൂരുട്ടാതി, ഉത്രാടം, തിരുവോണം, ഭരണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുള്ളത് ചതയം, ഉത്രട്ടാതി, അശ്വതി, ചിത്തിര, ചോതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുള്ളവർ നാളത്തെ ദിവസം സൂക്ഷിക്കണം.
അത് പ്രത്യേകം ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നും ജ്യോതിഷം എടുത്തു പറയുന്നു. ഇനി നാളെ പകൽ സമയത്തെ ശുഭസമയം, ബുധനാഴ്ച ദിവസമാണ്, ശുഭദിനമാണ്. ശുഭസമയം എടുത്തു പറഞ്ഞുതരാം. രാവിലെ 6:07 മുതൽ 10:37 വരെ ശുഭസമയമാണ്. അത് കഴിഞ്ഞ് പിന്നെ 1:37 മുതൽ 4:37 വരെ ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രം ചിന്തിക്കാം. സംഖ്യാശാസ്ത്രം തീയതി 5 ഇംഗ്ലീഷ് മാസത്തെ തീയതി 5. ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 5 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണ്. പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EHNX എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ കൂടുതൽ ഉത്തമമായ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ ആ കാര്യം ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർ ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. അതും കൂടുതൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. കടും നിറങ്ങളുള്ള വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിക്കുക. ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നല്ല ഫലങ്ങൾ വന്നു ചേരും. അതായത് നാളത്തെ ദിവസം സംഖ്യാശാസ്ത്രപ്രകാരം ഇംഗ്ലീഷ് മാസ തീയതി 5 5 വെച്ചാണ് പറയുന്നത്. ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 5 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണ്. അവർ ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നല്ല ഫലങ്ങൾ വന്നു ചേരും. മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EHNX എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരാൻ കാരണമായി തീരുമെന്നുമാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പ്രിയപ്പെട്ടവരുമായിട്ട് ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുന്നത്. ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നിത്യവും പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കേൾക്കുക, സ്വീകരിക്കുക, ജീവിത വിജയം നേടുക. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ള ഒരു അറിവായിട്ട് മാത്രം കാണുക. നക്ഷത്രഫലം ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം ബുദ്ധി കൊണ്ട് വിജയിക്കുന്നൊരു ദിവസമാണ്. സുഖാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. ധനനേട്ടം, പിതൃസ്നേഹം, തൊഴിൽ ഗുണം, കലാകാരന്മാരായിട്ടുള്ളവരൊക്കെ ശോഭിക്കുന്ന ദിവസം, മാതൃഗുണം, ഭാഗ്യം കൊണ്ടുള്ള ധനനേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല മനസ്സ്, നല്ല പ്രവൃത്തി ഒക്കെ ഉണ്ടാകേണ്ട ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ നല്ല ആശയങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ് ദുഷ്പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. ശത്രുത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സുഖം കുറയും. മാനസികവും ശാരീരികവുമായ പ്രതിസന്ധി അവരിൽ വന്നു ചേരാനിടയുണ്ട്. ശത്രുത മൂലം ചിലർക്ക് വെറുതെ യാത്ര ചെയ്ത് സമയം കളയും. ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി മെച്ചമല്ല. മാതാവിന് ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചമാണെങ്കിലും ശത്രുത അവിടെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാതാവിന് സ്ത്രീ മുഖേനയുള്ള ശത്രുതകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാതാവിൻ്റേതായ സ്വത്ത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും സ്ത്രീ മുഖേനയുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക. എന്നാൽ തൊഴിൽ ഗുണമുണ്ട്. അതുപോലെ തന്നെ മക്കളുമായിട്ട് ശത്രുതയ്ക്കും സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യം നേട്ടമെന്ന് പറയുന്നത് തൊഴിൽ ഗുണം മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടുതലും തിക്താനുഭവങ്ങളാണ് വന്നു ചേരാനിടയുള്ളതെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, ഉണർന്ന, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ധനനേട്ടം, കാര്യവിജയം, വിദ്യാഗുണം എന്നിവയും തൊഴിൽ ഗുണവും ഉള്ള ഒരു ദിവസമാണ്. പിതാവിനാൽ നഷ്ടം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മാതാവിനാലും നഷ്ടം വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും മാതൃഗുണം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മാതാവിന് ശത്രുത ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ചില കാര്യങ്ങളിൽ പരാജയം സംഭവിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ ചില സുഹൃത്തുക്കളും സഹോദരങ്ങളും ശത്രുക്കളായി മാറുവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാളത്തെ ദിവസം കുടുംബസുഖം, ധനനേട്ടം, ദാമ്പത്യസുഖം, നല്ല മക്കൾ, മാതൃഗുണം, പിതൃഗുണം, തൊഴിൽ ഗുണം എന്നിവയ്ക്കും സാധ്യതയുള്ള ദിവസമാണ്. എന്നിവയൊക്കെ
നല്ല അനുഭവങ്ങളായി വന്നു ചേരാനും സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം തൊഴിൽഗുണം, ധനനേട്ടം, കുടുംബസുഖം, മാതൃഗുണം, പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ, അതുപോലെ തന്നെ സമ്പത്ത്, നല്ല ആരോഗ്യം, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. അവർക്ക് ഭാഗ്യകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം അവർ നല്ല ഫലങ്ങൾ അനുഭവിക്കുന്നൊരു ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ സാഹിത്യ മേഖലകളിലും ശാസ്ത്ര മേഖലകളിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ധനനേട്ടം പ്രതീക്ഷിക്കാം. നല്ല ദാമ്പത്യ സുഖം, ദാമ്പത്യ ഗുണം ഉണ്ടാകുന്ന ദിവസമാണ്. സൽഗുണ സമ്പന്നരായി ശോഭിക്കുന്ന ദിവസമാണ്. അങ്ങനെ നല്ല ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി അനുകൂലമല്ല. രോഗം, ദുഃഖം, പ്രയാസം, കടം എന്നിവയാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലരൊക്കെ നാളത്തെ ദിവസം വ്യാപാര വിജയം കൈവരിക്കുന്ന ദിവസമാണ്. ചിലർ പ്രശസ്തരാകും. ചിലർക്കൊക്കെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ നാളത്തെ ദിവസം യോഗം വന്നു ചേരും. നാളത്തെ ദിവസം അങ്ങനെ പലർക്കും വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. അവർ ജനിച്ച സമയത്തെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്ഥിതി ഇഷ്ടഭാവത്തിലാണെങ്കിൽ അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്ന് കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. നല്ല ഭാര്യ, നല്ല ഭർത്താവ് എന്ന ബന്ധം, ദാമ്പത്യ ജീവിത വിജയം, ദാമ്പത്യ ജീവിത സുഖം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. സൗന്ദര്യബോധം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. വിദ്യ കൊണ്ടുള്ള നേട്ടം ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ബുദ്ധിശക്തി കൊണ്ട് ജീവിത വിജയം നേടുന്നൊരു ദിവസമാണ്. അങ്ങനെ പല പ്രകാരങ്ങളിലുള്ള നേട്ടം, ധനസുഖം, ധനനേട്ടം, കുടുംബസുഖം, അങ്ങനെയുള്ള പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടവും അവർക്ക് അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ്. എന്നാൽ തൊഴിലെടുത്ത് ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാം. ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെയാണ് വന്നു ചേരുക. ശത്രുശല്യം ഉണ്ടാകും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കലഹത്തിന് സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൊഴിലിടങ്ങളിൽ ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്. തൊഴിൽപരമായ അത്ര മെച്ചമായ ഒരു ദിവസമല്ല. തൊഴിലിടങ്ങളിൽ ശത്രുതയുണ്ട്. അപ്പോൾ നാളെ ആശ്വസിക്കാൻ പറ്റിയ കാര്യം, കുടുംബസുഖവും ധനപരമായ നേട്ടവും ഏറെക്കുറെ പ്രതീക്ഷിക്കാം. മാതാവിൻ്റെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായി വന്നു ചേരാം. പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമാണ്. എങ്കിലും മാതാവിൻ്റെ സ്ഥിതി അത്ര തൃപ്തികരമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നില്ല. മാതാവ് മുഖേനയുള്ള ശത്രുതകളോ മാതാവിന് രോഗദുഃഖ ദുരിതങ്ങളോ പ്രയാസങ്ങളൊക്കെ വന്നു ചേരാം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് നാളത്തെ ദിവസം ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം കുടുംബസുഖം, ധനനേട്ടം ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. തൊഴിൽ ഗുണവും കാര്യമായിട്ടില്ല. മാനസികവും ശാരീരികവുമായ സ്ഥിതി അത്ര മെച്ചമല്ല. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. എങ്കിൽ പോലും നാളത്തെ ദിവസം ഈ നാളുകാരായിട്ടുള്ള ചിലർക്കൊക്കെ നാളത്തെ ദിവസം സൽപുത്രഭാഗ്യം ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും. വിദ്യാഭ്യാസം കൊണ്ട് അല്ലെങ്കിൽ വിദ്യ കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാത്തൊരു ദിവസമാണ്. ചിലർക്കൊക്കെ ധനനേട്ടം വന്നു ചേരും. അതുപോലെ തന്നെ ചിലരൊക്കെ ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ വന്നു ചേരും. ചിലർക്ക് ഈശ്വരഭക്തി വർദ്ധിക്കും, ഗുരുഭക്തി വർദ്ധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരിൽ വന്നു ചേരുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. പല കാര്യങ്ങളിലും നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സുഹൃത്ത് ഗുണം, സഹോദര ഗുണമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ തൊഴിൽ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ആയിരിക്കും ഏറെക്കുറെ വന്നു ചേരുക. സൽപ്രവർത്തികൾ ചെയ്യുവാൻ താല്പര്യം കാണിക്കുന്ന ഒരു ദിവസമല്ല. ദുഷ്പ്രവർത്തികളായിരിക്കും കൂടുതൽ ചെയ്യുക. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക. അതുപോലെ തന്നെ ബുദ്ധി
നല്ല ബുദ്ധി സൽബുദ്ധി പരാജയപ്പെട്ട് നീചബുദ്ധിയായിരിക്കും അവർക്ക് നാളത്തെ ദിവസം ഉണ്ടാകുക എന്നാണ് ജ്യോതിഷം പറയുന്നത്. വെറുതെ യാത്ര ചെയ്ത് സമയങ്ങളും സഞ്ചാരപ്രിയരാകും. ഒന്നിലും തൃപ്തി വരാത്തൊരു ദിവസമാണ്. ഇങ്ങനെ ഒരുപാട് ചിന്തിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. ചിലർക്കൊക്കെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തൊഴിൽ ഗുണം അത്ര കാര്യമായി അവരെ സ്വാധീനിക്കുന്ന ഒരു ദിവസമല്ല നാളത്തെ ദിവസം. സ്ഥിരജോലിയും സ്ഥിരവരുമാനമുള്ളവർ ഒഴിച്ച് ബാക്കിയുള്ളവർക്കും കാര്യമായി തൊഴിൽ സ്വാധീനം വന്നിരുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളേണ്ടത്. അപ്പോൾ നാളത്തെ ദിവസം രോഗം, ദുഃഖം, പ്രയാസമൊക്കെ ചിലർക്ക് വന്നു ചേരാം. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെയാണ് നാളത്തെ ദിവസം മീനക്കുൾപ്പെട്ട പൂർട്ടാതി ഉത്രട്ടാതി രേവതി നാളർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകട്ടെ. പ്രതികൂലമായ കാലാവസ്ഥ, പല സ്ഥലത്തും പ്രതികൂലമായ കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ ജീവിതത്തിലും പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടിയാണ് എല്ലാവരും കടന്നു പോകുന്നത്. അപ്പോൾ ഒരു ഈശ്വരാനുഗ്രഹം അത്യാവശ്യമാണ്. നമ്മളെ നയിക്കുവാൻ, നമ്മളെ കൈപിടിച്ച് നടത്തുവാൻ, നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ രക്ഷിക്കുവാൻ, തകർന്നു പോകാതെ നമ്മളെ നിലനിർത്തുവാനൊക്കെ ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവർക്കായിട്ട് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. മഹാദേവ, ഈ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവനെ അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിൽ സർവ്വവിധ നന്മകളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരണം. അവർ മഹാദേവനെ അറിയുന്നവരായി ജീവിക്കണം. ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലി ജീവിക്കുന്നവരായിരിക്കണം. ആ മന്ത്രത്തിൻ്റെ ശക്തിയാൽ അവരുടെ ജീവിതം അഭിവൃദ്ധിപ്പെടണം. അവർക്കൊരു സംരക്ഷണ കവചമായി എപ്പോഴും ഓം നമഃ ശിവായ മന്ത്രം ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി മഹാദേവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.